ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓൺലൈൻ സ്റ്റോർ അല്ലെങ്കിൽ ഇൻ സ്റ്റോർ ആയിക്കോട്ടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഓൺലൈൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചെയ്യുന്ന ടൈമിൽ എനിക്കുണ്ടായിരുന്ന ചാലഞ്ചസും അതുപോലെ തന്നെ ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്തു. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പം ഗൈഡ് ത്രൂ ആണെങ്കിൽ എനിക്ക് ഒത്തിരി പഠിക്കാൻ പറ്റി. അപ്പം ഞാൻ എൻ്റെ ഈ ലേണിങ്സ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് എൻ്റെ ഫ്രണ്ട്സ് ഫാഷൻ ഡിസൈനേഴ്സ് പഠിക്കുന്നവരായിക്കോട്ടെ, പഠിച്ചു കഴിഞ്ഞവരും അതുപോലെ തന്നെ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവർക്കും ആഗ്രഹമുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം അതിന് എന്തൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ നോക്കണ്ടേ എന്ന് ചോദിച്ച് ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്. അല്ലാതെ എൻ്റെ യൂട്യൂബിൻ്റെ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, യൂട്യൂബിൽ കാണുന്ന വ്യൂവേഴ്സ് ആയിക്കോട്ടെ, അവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ സെപ്പറേറ്റ് കമൻസും അതുപോലെ തന്നെ ചെറിയ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കാറും അതുപോലെ തന്നെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം ഇന്നലെയും എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു വീഡിയോ ചെയ്താൽ കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ അത് അവർക്ക് കാണാമല്ലോ. അപ്പോൾ അവർക്ക് ടിപ്സ് ആയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എല്ലാം നമുക്ക് ഒറ്റയടിക്ക് ചിലപ്പം പറയാൻ പറ്റത്തില്ല, മറന്നു പോകും, അങ്ങനത്തെ ഒക്കെ ഡിഫിക്കൽട്ടീസ് വരും. അപ്പം ഞാനിവിടെ കുറച്ച് എൻ്റെ പോയിന്റ്സ് ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോ ആയിട്ട് പാർട്ടായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ്ലി നമ്മൾ ഓൺലൈൻ സ്റ്റോർ ഇപ്പം ഞാൻ കൂടുതലും ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വിമൻ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സിനെ പറ്റിയാണ് പറയുന്നത്. അതിപ്പോൾ ഫാഷൻ ഡിസൈനിങ് ആണെങ്കിലും അതല്ല, നമുക്കിപ്പം ആർട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് ഇപ്പോൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ജ്വല്ലറി ബിസിനസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഏത് ബിസിനസ്സും നമുക്ക് ഈ ടിപ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് പറയാൻ പോകുന്ന കൂടുതലും ഈ ഒരു ഫാഷൻ ഡിസൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും. കാരണം ഞാൻ ഫാഷൻ ഫീൽഡിലാണ് ഉള്ളത്. അപ്പം ഞാൻ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ പപ്പയ്ക്കാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തത് കൊണ്ട് ആ സമയത്ത് എന്നെ വിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ ഒരു സമയത്ത് 12th കഴിഞ്ഞിട്ട് ഞാൻ BA എക്കണോമിക്സ് ആണ് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ സത്യം പറഞ്ഞാൽ ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് PG ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് സെൻറ്റ് ട്രീസാസിൽ ചെയ്തത്. അപ്പോൾ അത് PG ചെയ്യണമെങ്കിൽ നമ്മൾ ഡിഗ്രി കഴിഞ്ഞവർക്ക് ആക്ച്വലി ഇത് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് PG വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നോർമൽ ഡിഗ്രി കോഴ്സസ് അവൈലബിൾ ആണ്, 3 ഇയേഴ്സിൻ്റെ ഫാഷൻ ഡിസൈൻ. അല്ലാതെ വേറൊരു ഡിഗ്രി കഴിഞ്ഞവർക്ക് നമുക്ക് PG ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്, മാസ്റ്റേഴ്സും എല്ലാം ഉണ്ടാവും. അപ്പം ഞാൻ അവിടെയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഫാഷൻ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പം ചാടിക്കയറി ഒരു ഓൺലൈൻ സ്റ്റോറോ അല്ലെങ്കിൽ ഒരു സ്റ്റോറ് തുടങ്ങുന്നതിന് പകരം നമ്മൾ കുറച്ച് പഠിച്ചിട്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് ആ സമയത്തൊരു ഓൺലൈൻ സ്റ്റോറൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത് പഠിച്ചിട്ട് കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് ചെയ്യാനായിരുന്നു എനിക്കിഷ്ടം. അതുകൊണ്ടാണ് എനിക്ക് അത് പഠിക്കണം എന്ന് തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്കിപ്പം കോഴ്സിന് പോകാൻ പറ്റിയില്ലെങ്കിലും ചില അമ്മമാർ കാണും, ഇപ്പം കുട്ടികളൊക്കെ ഉള്ളവർക്കും ഈ ഒരു പാഷൻ, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പം അവർക്കാണെങ്കിലും ഇപ്പം കോഴ്സിന് പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഒത്തിരി റിസർച്ച്, ഒത്തിരി പേരുടെ ടോക്സും ബിസിനസ് എക്സ്പീരിയൻസും ഒക്കെ ഓൺലൈൻ യൂട്യൂബ് ഒക്കെ നമുക്ക് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിനുശേഷം നമുക്ക് പതുക്കെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ ഒരു ഫാഷൻ ഡിസൈൻ ബൊട്ടീക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിസിനസ് ടിപ്സ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ തരുന്ന ഒത്തിരി ആ സമയത്ത് ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. വളരെ കുറച്ച് ചാനൽസാണ് എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ സ്റ്റോറി, എൻ്റെ എക്സ്പീരിയൻസ്, ഇപ്പം ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻസിനാണ് ഏറ്റവും കൂടുതൽ ഒരു ആഗ്രഹമുള്ളത് ഇപ്പം ഇങ്ങനെ തുടങ്ങണം എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു അവർക്കും കൂടെ ഒരു എക്സ്പീരിയൻസ്, ഒരു ലേണിംഗ് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും
സെവൻ പീസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, സെവൻ പീസ് ഓഫ് ബിസിനസ്. അപ്പം അതെന്തൊക്കെയാണ് ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പേർപ്പസാണ്. അതായത് നമുക്ക് ഏതൊരു ബിസിനസ്സും സക്സസ് ആവുന്നതെന്ന് വെച്ചാൽ ഒരാളുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴാണ് ഒരു ബിസിനസ് സക്സസ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു കേർട്ടൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഇപ്പം കേർട്ടൻ എന്തുകൊണ്ടാണ് ആൾക്കാർ വാങ്ങിക്കുന്നത്? അപ്പം നമുക്കാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രൈവസി വേണം. വീട്ടിനകത്ത് പുറത്തുനിന്ന് പോകുന്ന ആൾക്കാരും ഒന്നും അകത്തോട്ടും കാണാൻ പാടില്ല നമ്മുടെ വീട്ടിനകത്തുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് കേർട്ടൻസ്, ബ്ലൈൻഡ്സ് അതുപോലത്തെ ആവശ്യം ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കേർട്ടൻസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് അല്ലേ. ലൈറ്റ് കേർട്ടൻസ്, ഇപ്പം സൺലൈറ്റ് ആവശ്യമുള്ളവരുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ലൈറ്റ് വൈറ്റ് കളറായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. അതേസമയം നമുക്ക് ഡാർക്ക് സൺലൈറ്റ് അധികം വേണ്ട എന്നുള്ളവർക്ക് ഡാർക്ക് ഷെയ്ഡ്സ് ലൈക്ക് ബ്ലാക്ക്. ഇപ്പം ഈ ഒരു കേർട്ടൻ ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് ആണ്. അപ്പം നമ്മളിത് വൈഡായിട്ട് തുറന്നിരുമ്പോഴാണ് നമുക്ക് സൺലൈറ്റ് കിട്ടുന്നത്. അതല്ല നമുക്കിപ്പോൾ രാവിലെ ഇപ്പം എന്താ പറയുന്നത്, ഉറങ്ങണ ആ ഒരു ഡാർക്ക് ഫീലിംഗ് വേണമെങ്കിൽ നമുക്കിത് അടച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പം ഇതൊരു സൊല്യൂഷൻ ആവുമ്പോഴാണ് ഒരു ആളുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു ബിസിനസ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പം പേർപ്പസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. അതാണ് മെയിൻ. അപ്പം ആക്ച്വലി ഞാൻ എൻ്റെ എക്സാമ്പിൾ കൂടെ പറയാം. ഞാൻ മെയിനായിട്ടും ഫോക്കസ് ചെയ്ത് നിഷ് ഡൗൺ ചെയ്തത് ജയ്പൂരി ഔട്ട്ഫിറ്റ്സിലാണ്. അപ്പം ഞാൻ ജയ്പൂരി ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയുന്നത്, കോട്ടനോടാണ് എനിക്കിഷ്ടം. ഇപ്പോഴും ഞാൻ ജയ്പൂരി ഔട്ട്ഫിറ്റ് കഫ്താനാണ് വെയർ ചെയ്തിരിക്കുന്നത്. അപ്പം കോട്ടൺ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി നമുക്കറിയാം, നമുക്ക് ഇപ്പം ഈ ഒരു ക്ലൈമറ്റിലൊക്കെ കേരളത്തിലാണെങ്കിലും ഇടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര കംഫർട്ടാണ് ഈ കോട്ടൺ ഫാബ്രിക് തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വൈബ്രൻറ്റ് കളേഴ്സ് ആയിട്ടും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല ഡിസൈൻസ് അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്തത്. സോ നമുക്ക് എപ്പോഴും ഒരു പേർപ്പസ് വേണം. എന്താണ് പേർപ്പസ്? എൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിലും, നല്ല ഹോട്ട് ക്ലൈമറ്റിലും ആൾക്കാർക്ക് ഇപ്പം എന്താ പറയുന്നത്, പോളിസ്റ്ററും അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിൽക്കും യൂസ് ചെയ്ത് ലൈക്ക് സ്വെറ്റ് ചെയ്ത് ഭയങ്കര ഡിസ്കംഫർട്ടായിട്ട് വർക്ക് സ്ഥലത്തും സ്റ്റുഡൻ്റ് ആണെങ്കിലും പഠിക്കാനും പോകുന്നതിനെക്കാട്ടും നല്ലത് നമ്മളിപ്പോൾ എന്തിന് ഫ്രീ ആയിട്ട് നമ്മൾ കംഫർട്ടായിട്ട്, അതുപോലെ തന്നെ ക്ലാസി നല്ലൊരു വൈബ്രൻറ്റ് ലുക്കും കൂടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു ഫാബ്രിക്കിനോട് ഒരു ഇഷ്ടമുണ്ട് അല്ലേ. ബിക്കോസ് നമുക്കാർക്കും ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് നമുക്ക് ഭയങ്കര ഒരു എന്താ ഡിസ്കംഫർട്ടായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല. ഇപ്പോൾ വർക്ക് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ സ്വെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ വർക്ക് ചെയ്യാൻ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അതുപോലെ തന്നെ ഓരോരോ ഫങ്ഷൻ പാർട്ടീസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് പാർട്ടീസിൽ നമുക്ക് നല്ല ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സും അറ്റയറും അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് വിത്ത് വർക്ക്സ്. അപ്പോൾ അതിൽ ഷൈനിങ് എലിമെൻറ്റ്സ് വേണം. അപ്പോൾ അതിന് സിൽക്ക് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്ലിറ്റേഴ്സ്. അപ്പോൾ അങ്ങനത്തെ പാർട്ടി ഡ്രസ്സസ് ഇസ് നോൺ ടു ബി നോട്ട് കംഫർട്ടബിൾ. അപ്പം ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ബട്ട് ഡെയിലി വെയർസ് അല്ലെങ്കിൽ വർക്ക് വെയർസ് അവിടെ അതെന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി കംഫർട്ടബിൾ ഫോർ അസ്. സോ വി വർക്ക് ഓർ ഡു ദ തിങ്സ് പ്രോപ്പർലി അല്ലേ. സോ വി ഗെറ്റ് ടു ഡു ദ 100% ഓഫ് ദ തിങ് ദറ്റ് വി ഡു. സോ ഫോർ ദാറ്റ് മെയിൻലി ആണ്, ദാറ്റ് വാസ് മൈ പർപ്പസ്. ഓക്കെ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ്. സോ പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു പർപ്പസ് ഉണ്ട്. സോ ഔട്ട് ഓഫ് ദാറ്റ് വി ഹാവ് ടു മേക്ക് എ പ്രോഡക്റ്റ്. സോ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്തത് ഫസ്റ്റ്ലി കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ചുരിദാർ സ്യൂട്ടാണ് ചെയ്തത്. സോ ചുരിദാർ സ്യൂട്ട് എന്ന് പറയുന്നത് ആ ഒരു ജയ്പൂരി എലമെൻറ്റ് ആസ് വെൽ ആസ് സെറ്റ് കംഫർട്ട് കോട്ടൺ അതെല്ലാം കൂടിയിട്ടാണ് ഞാൻ ആ ഒരു ചുരിദാർ മെറ്റീരിയൽ ചൂസ് ചെയ്തത്. ഓൾസോ ഇൻ ദിസ് എൻവയൺമെൻറ്റ്, ഇൻ ദിസ് കൾച്ചർ, ചുരിദാർ മെറ്റീരിയൽസ് കൂടുതലും സെൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. സോ ദാറ്റ് ഈസ് വൈ ഐ ചൂസ് ദാറ്റ്. സോ നമ്മളൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എല്ലാം ഡിഫറെൻറ്റ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരെണ്ണം ചൂസ് ചെയ്യാം. അത് മാത്രമല്ല, it should be unique, but it shouldn't be so rare that people will not come to buy it. So
ഇപ്പം ഈ ഒരു ജയ്പൂരി ഇസ് യുണീക്ക്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സോ റെയർ ദാറ്റ് ആരും ഇടാത്ത പോലത്തെ അങ്ങനത്തെ എക്സ്ട്രീം ഫാഷൻ, ലൈക്ക് എക്സ്ട്രീം ഫാഷനബിൾ ഡ്രസ്സസ്, എക്സ്പോസിങ് ഡ്രസ്സസ് ആണെങ്കിൽ ചിലപ്പം എല്ലാവരും വന്ന് വാങ്ങിക്കണം എന്നില്ല. ബട്ട് ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. ആ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ഈസ് ഓൾസോ പോസിബിൾ. ബട്ട് ദാറ്റ് ഇസ് ലൈക്ക് എൻ എക്സ്ട്രീം ആ ഒരു ഹൈ എൻഡ് ആൾക്കാരായിരിക്കും അത് വാങ്ങിക്കുന്നത്. സോ വെൻ വി ഡു ഇറ്റ് ലൈക്ക് ഔട്ട് ഓഫ് our home, from the home, like it is an online store and everything. So we can make it different, we have to make it different, but make sure that it's not so unique that people will not buy it. അപ്പം അങ്ങനത്തെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം, ലൈക്ക് ആൾക്കാർ വാങ്ങിക്കണം. ദാറ്റ് ഇസ് വൺ തിങ്. അതുപോലെ തന്നെ ക്വാളിറ്റി ഷുഡ് ബി വെരി ഗുഡ്. ദ കോട്ടൺ മെറ്റീരിയൽ ഷുഡ് ബി വെരി ഗുഡ്. ആൻഡ് അതുപോലെ തന്നെ പാക്കേജിങ്, വി ഹാവ് ടു ഗിവ് ലൈക്ക് ഇൻ എ ഗുഡ് പാക്കേജിങ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ദ ലോഗോ, the logo design. Either you can outsource it, like my husband is a graphic designer, so if anyone needs help, you can also message me in Instagram, designer Cincy human vanittal, my page is there. So you should always get help for things that you actually needed. Like if you try to do everything on your own, then you won't get that 100% out of it. So നമുക്ക് logo designing you need help, so I needed help. I asked him, and there are so many other people also who told they want help, so which we did. അപ്പം ലോഗോ ഡിസൈനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ദാറ്റ് ഇസ് ദ ബ്രാൻഡ് അല്ലേ. നമ്മൾ ലോഗോ കാണുമ്പോഴാണ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോർ നെയിം that we can decide. But ഈ store name and logo and everything you can decide, but make sure that you're not taking like 6 months or 1 year keep thinking of which name should I put, which logo should I put. അങ്ങനെ like time കളയുന്ന ഒത്തിരി പേരെ എനിക്കും അറിയാം, because they are taking too much time to decide on the name. So finally it's not the logo or it's not the name, it's basically the product that you give. So you have to give so much importance to the product അല്ലേ. അതുപോലെ തന്നെ you can give good packaging, you can give നമ്മളിപ്പോൾ ഫാഷൻ ഗ്രാഫിക് ഡിസൈനേഴ്സിന് ഡിസൈൻ ചെയ്താൽ നമ്മുടെ ഐഡിയാസ് കൊടുത്താൽ they will design accordingly and give, so you're good to go. അപ്പം what happens is you can even ask them to design the business cards, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന എല്ലാ ഡീറ്റെയിൽസ്, താങ്ക് യു കാർഡ്സ് എല്ലാം you can keep. That is a very good thing. Okay, the next thing is people. So here people അല്ലെങ്കിൽ customer is the main thing അല്ലേ. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ you should have an idea, like what is your target audience, what is the age of your customer. Like ഇപ്പം ഞാൻ ചുരിദാറാണ് സെല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഐ ഹാവ് എൻ ഐഡിയ, ലൈക്ക് വർക്കിംഗ് പീപ്പിൾ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ആൻഡ് ഓൾസോ ഈവൻ കോളേജ് ഗോയിങ് പീപ്പിൾ ഓൾസോ ചൂസ് ഇറ്റ്. സോ മെയിൻലി ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിലും വർക്കിംഗ് വിമൻ ആണെങ്കിലും ദേ ഹാവ് എ സർട്ടൻ ഏജ് ഗ്രൂപ്പ് ഹു ലൈക്സ് ദിസ് കൈൻഡ് ഓഫ് material with the color, with the design and everything. So like 25 to 35 ആ ഒരു ഗ്രൂപ്പിലുള്ളവർക്കും ഇഷ്ടമാണ്. ഈവൻ സം ലൈക്ക് 45 ആ ഒരു റേഞ്ചിലുള്ളവർക്കും അകത്ത് വരുന്ന ഏജ് ഗ്രൂപ്പിന് ഇഷ്ടമാണ്. സോ യു ഷുഡ് ആക്ച്വലി ഹാവ് എൻ ഐഡിയ, ലൈക്ക് ഐ യു ഗോയിങ് ടു മേക്ക് ഇറ്റ് ഫോർ ലൈക്ക് കിഡ്സ്, ലൈക്ക് കിഡ്സിൻ്റെ ഡിസൈൻ ആണോ, കിഡ്സിൻ്റെ ഫ്രോക്കാണോ നമ്മൾ ചെയ്യുന്നത്. ഇസ് ദാറ്റ് യുവർ കസ്റ്റമർ? Is that your target audience? If kids are, your target audience will be the parents, because parents will be selecting for their kids, right? അപ്പം അങ്ങനത്തെ ഒരു target audience, people, customer patti you have to know more and research more about your people. Okay, the next thing is position. Position means like you should have an identity. നമ്മുടെ ബ്രാൻഡിന് ഒരു ഐഡൻറ്റിറ്റി വേണം. ദാറ്റ് ഷുഡ് ബി യുവർ യുണീക്ക് സെല്ലിംഗ് പോയിന്റ്. അതായത് ഇഫ് ഞാൻ പറഞ്ഞ ഇപ്പോൾ ജയ്പൂരി ആണെങ്കിൽ ദ മെയിൻ തിങ് ഓഫ് ജയ്പൂരി ഈസ് ദ വൈബ്രൻസി ആൻഡ് ദ കംഫർട്ട്. അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്നുള്ളത്. സോ ഈച്ച് തിങ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ ഐഡൻറ്റിറ്റി, റൈറ്റ്? അപ്പം എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ uniqueness എന്നുള്ളത് you have to keep in mind, you have to research more about it. Okay, so that is about the positioning of the product.
നെക്സ്റ്റ് ഫിഫ്ത്ത് പി എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പ്ലേസ്. സോ വട്ട് യു മീൻ ബൈ ദ പ്ലേസ് മീൻസ് നമ്മൾ ഏത് സ്ഥലത്താണ്, ഐ യു ഗോണ ടേക്ക് എ സ്റ്റോർ, നമ്മൾ സ്റ്റോറിലാണോ ചെയ്യാൻ പോകുന്നത്, ഓർ ഐ യു ഗോണ ഡു ഇറ്റ് ഓൺലൈൻ. നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ go for the different platforms. അതായത് യു ഗോണ സെൽ ഇറ്റ് ഓൺ ഇൻസ്റ്റഗ്രാം, ത്രൂ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, എക്സെട്ര, റൈറ്റ്? യു ഗോണ ഹാവ് എ വെബ്സൈറ്റ് ദാറ്റ് യു ഹവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്, റൈറ്റ്? അപ്പം അതാണ് പ്ലാറ്റ്ഫോം എന്നുള്ളത്. സോ ഫസ്റ്റ് യു ക്യാൻ തിങ്ക് അബൌട്ട് selling it in any one platform like Instagram, and then growing to different spaces like the YouTube, Facebook, etc. But you should also have a good knowledge about the other marketplaces also, right? അപ്പം നമുക്ക് അതിനെപ്പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുകയും ചെയ്യാം. Now the next thing is promotion. So what I learned from my journey is that promotion is very very important, and നമ്മൾ അതിനു വേണ്ടി certain amount, like for example monthly, like first you can start with like 3,000 or 5,000 rupees. You have to spend it for advertising itself. So the thing is, there is so many people, millions of people in our state as well as in the country, so as well as abroad as well. So there are millions of people, but they have to know about it. So for that, promotion is very important. നമ്മളിപ്പം സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് if you sit at home, nobody's gonna know that you have the things over here, right? So promotion is very important, and there are many types of promotion, and there are very, different type of promotions that we are unaware of. അതും ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. ബിക്കോസ് I researched more on it, I learned more about it. So promotion is very important, like the advertisement, like are you going to give it to the influencers, or are you going to uh, you know do a different type of collabs, like a paid collab, or any other different type of barter collabs, etc. So there are so many different types of promotion as well, so I'll discuss in detail in another videos. Okay, so and the last P is pricing. So pricing is very very important. Why? Because definitely you should have a profitable business, so you don't want your business to go in loss. So namakku pricing is very important, and you have to make sure that the price is correct. So there are different types of things that you can make know about the price itself. So you want it to be profitable, and also in that, what are the payment terms, like are you going to give a COD, and or are you wanting your customers to pay before itself? Also, what about the discount strategy that you're going to keep, right? അപ്പം pricing is a very important fact which grow your business, right? Which is going to help you to grow your business. So these are the 7 P's which I'll tell again. One is the purpose. What is the purpose of your business? The next thing is the product itself. That is a main part, the good quality products. Third thing is people, right? Your customers. Fourth thing is your position. Fifth is the platform or the place which you want to sell. And sixth is your promotion. How much advertisement you're going to give for your product so that it reaches different people. And the seventh is the pricing, which is very important part of your business, right? These are the 7 important P's of your business. So hope you got it right. But this was the main part, so I will be doing some videos also related to this, uh, online businesses and in-store businesses, which you can research as well. If you have any doubts related to these, you can comment as well, and I will look into it and make video. Okay, so hope you like this video. Please do share and subscribe, and hit the like button if you like it. Thank you. Bye.